പിടിച്ചു നിൽക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മോക്ക് ഇപ്പം ജോലിയില്ല. ഊണിന് 90 രൂപയാണ്. മീൻകറി കൂട്ടിയുള്ള ഊണാ. മീൻകറി കൂട്ടിയുള്ള ഊണിന് 90 രൂപയ്ക്കാണ് ഈ ചേച്ചി കൊടുക്കുന്നത്. ഫുഡ് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് 1 മണിയായപ്പോഴത്തേക്കും തീർന്നു. ഒരു മനുഷ്യർക്ക് ഒരു ഊണ് കഴിക്കുമ്പോൾ അതിന് വേണ്ട ആവശ്യമായ കറികളുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ ബോർഡറാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ മണിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു HP-യുടെ പമ്പുണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് 2 ചേച്ചിമാരെ കണ്ടു. അതുല്യ വീട്ടിലൂണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. 2 പേരെയും വഴി കണ്ടോണ്ടാ ചവിട്ടിയത്. എന്തോ ഊണിനെന്തോ വിഭവങ്ങൾ ഇന്ന്? ഊണിന് കൂട്ടുകറി, സാമ്പാർ, പുളിശ്ശേരി. പുളിശ്ശേരി അല്ല, മോരാണ്. തോരന്, മീൻകറി, അയിലക്കറിയാണ്. പപ്പടം. എത്ര നാളായി തുടങ്ങിയിട്ട്? 3 ദിവസമായില്ല. 3 ദിവസമായുള്ളൂ. 3-ാമത്തെ ദിവസം ഇത് 3-ാമത്തെ ദിവസം ഞാനിവിടെ എത്തി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. എന്താണ് ഊണ് പൊതിയാണോ അത്? ഊണ് പൊതിക്കകത്ത് മുളക് മാത്രം വറുത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് കൊടുക്കുക. നമ്മള് തൊടുകറികളെല്ലാം സെപ്പറേറ്റ് കൊടുക്കുന്നത്. ഓക്കെ, തൊടുകറികളല്ല. ഒരു മനുഷ്യർക്ക് ഒരു ഊണ് കഴിക്കുമ്പോൾ അതിന് വേണ്ട ആവശ്യമായ കറികളുണ്ട്. ഇത് ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് ഒരാൾക്ക് ഊണ് കഴിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവര് സെപ്പറേറ്റ് പാക്ക് ചെയ്താ കൊടുക്കുന്നത്. മോരുണ്ട്, ഇതുണ്ട്. അപ്പൊ ചേച്ചി ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന പപ്പടം ഉൾപ്പെടെ കൊടുക്കുന്നത് നമ്മളല്ലേ? പിടിച്ചു നിൽക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മോക്ക് ഇപ്പം ജോലിയില്ല. ചേച്ചി ഫുഡിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഫുഡ് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംരംഭം അങ്ങ് തുടങ്ങാന്ന് കരുതി. അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ചെയ്യുന്നത്. ഊണ് ചെയ്യാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണോ? വീട് അടുത്ത് തന്നെയാണോ? അപ്പൊ എത്ര മണിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും? 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ തലേ ദിവസം ഇതൊക്കെ അരിഞ്ഞൊക്കെ വെക്കണം. അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇങ്ങോട്ട് എങ്ങനെയാ കൊണ്ടുവരുന്നത്? ഓട്ടോറിക്ഷയല്ല കൊണ്ടുവരുന്നത്. ഓട്ടോറിക്ഷ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷക്കാരുണ്ട്. ഈ 3-ാമത്തെ ദിവസം എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് 1 മണിയായപ്പോഴത്തേക്കും തീർന്നു. എത്ര പൊതിയോളം കൊണ്ടുവരുന്നുണ്ട്? ആദ്യം 25 കൊണ്ടുവന്നു. ഇന്നലെ 20 കൊണ്ടുവന്ന്. 21. ഇന്നിപ്പോ 30 എണ്ണം കൊണ്ടുവന്നു. നാളെ മുതൽ ഒരു 10-100 എണ്ണം കരുതിക്കോ. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സഹായിക്കും. ചേച്ചി നിൽക്കുന്ന ഈ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മണിപ്പുഴയാണ് അല്ലേ? മണിപ്പുഴ. അപ്പുറത്ത് ആലപ്പുഴ ജില്ല, ഇപ്പുറത്ത് പത്തനംതിട്ട ജില്ല. കൊടിയാടി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആലപ്പുഴ ജില്ല. ഇത് പത്തനംതിട്ട ജില്ലയാണ്. നമ്മളിപ്പോ നിൽക്കുന്ന HP-യുടെ പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. അതുല്യ വീട്ടിലൂണ്. മോളുടെ പേരാണോ അതുല്യ? അതുല്യ എന്ന് മോളുടെ പേരാണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് ഈ റൂട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ കാണുന്നത്. 2 പേരും ഇങ്ങനെ നിൽക്കുന്നു. വെയിലത്ത് കഷ്ടപ്പെടുന്ന 2 പേരെ കണ്ടു. എന്നാൽ ഇവരുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാന്ന് കരുതി. അപ്പം നമ്മൾ സാധാരണ ഊണിനകത്ത് പൊതിക്കാത്താണ് ഈ കറികളൊക്കെ വെച്ച് കാണുന്നത്. ഇതെന്തൊക്കെയുള്ള? തോരനുണ്ട്, പച്ചടിയുണ്ട്, മീൻകറിയുണ്ട്, കൂട്ടുകറി. ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യലാണ് കൂട്ടുകറി. സാമ്പാറുണ്ട്, മോരുണ്ട്, പപ്പടം. പിന്നെ എന്താ വേണം? എല്ലാ സാധനങ്ങളും ഉണ്ട്. കൂടെ ഇതാരാ ഉള്ളത്? നാത്തൂന. അപ്പൊ നാത്തൂനും കൂടെ ഉള്ള കച്ചവടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു 2 ഊണ് പാഴ്സൽ എടുത്തോ. ഇത് കണ്ടോ, ഇതെല്ലാം പൊതികളാണ്. പൊതികൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ റൂട്ടിലുണ്ടെങ്കിൽ നോക്കുക. 2 ചേച്ചിമാരിവിടെ ഉണ്ട്, നല്ല ഊണുമായിട്ട്. ലൊക്കേഷൻ മറന്നുകൊണ്ടാ. HP പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അതുല്യ എന്ന് മോളുടെ പേരൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടമാണ് കേട്ടോ. നമ്പറുണ്ട്. നിങ്ങൾക്ക് പാഴ്സൽ കൂടുതലൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ഓർഡർ കൊടുക്കാം. ഓർഡർ സ്വീകരിക്കും. നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഈ വാർപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പണിക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഊണ് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചേച്ചിയുടെ തലേ ദിവസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു തരും. അപ്പം നല്ലൊരു സംരംഭമാണ്. ആ സംരംഭമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഊണ് കഴിച്ചില്ലെങ്കിലും ആ ഒരു മണം എനിക്ക് അടിക്കുന്നുണ്ട്. കാരണം ഇവർ 2 പേരും നന്നായിട്ട് കഷ്ടപ്പെടുന്നതല്ലേ? നന്നായിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൊടുക്കും.